മെന്റൽ ഷോക്കാണ്. ഭയപ്പെടാനൊന്നുമില്ല. മനസ്സിനൊരിക്കലും വിഷമം തട്ടാതെ സൂക്ഷിക്കുക. യെസ് ഡോക്ടർ. ബൈ ദ ബൈ, ഈ വീട്ടിൽ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഐ ആം ദി വൺ. ഐ സീ. കഴിയുന്നതും നിങ്ങൾ എപ്പോഴും ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. പരിചരണമാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ചികിത്സ. ഓർമ്മയിരിക്കട്ടെ. ജയയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ്. നമുക്ക് അല്പനേരം ഇരുന്ന് സംസാരിക്കാം. ജയ്, നാം കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിനക്കോർക്കാനും നിന്നെ ഓർമ്മിക്കാനും പലരും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കും. ഇന്ന് നമുക്ക് ബന്ധുക്കളില്ല, ശത്രുക്കളുമില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം. എന്റെ മനസ്സിൽ ഇരുട്ട് പറഞ്ഞിരുന്ന കാലത്തും ഞാൻ വെളിച്ചത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ വന്നിരിക്കും. ഇന്നും ജയ്, നിന്റെ ദുഃഖത്തിന്റെ വെളിച്ചം ഇന്നെനിക്കൊരു വഴികാട്ടിയായി വന്നു. കണ്ണിൽ കണ്ടതെല്ലാം തല്ലിത്തകർത്തും ചവിട്ടി മതിച്ചും നടന്നിരുന്ന കാട്ടുമൃഗമായിരുന്നു ഞാൻ. താമരപ്പൂ പോലെ ഓമനിക്കപ്പെടേണ്ട നീ എന്റെ കയ്യിലാണ് വന്നുപെട്ടത്. ഞാനാകെ മാറിപ്പോയി. ഇന്ന് നീ എന്റെ മനസ്സിന്റെ ഭാഗമാണ്. നീ വേർപിരിഞ്ഞാൽ ഞാൻ ബാക്കിയില്ലാതായി. അവളൊരു യക്ഷിയാണ് സർ. അവൾ കാരണം ഞാൻ നശിച്ചു. അവളെ പ്രേമിച്ച വിശ്വം മരിച്ചു. സാറിന്റെ ഇളയ മകൻ ജയിലിലുമായി. ഒടുവിൽ ഇതാ സാറിന്റെ മൂത്ത മകന്റെ ജീവിതം അവൾ നശിപ്പിക്കാൻ പോകുന്നു. അത് അനുവദിക്കരുത് സാർ. അവൾ എന്റെ കുടുംബത്തിൽ പറഞ്ഞവളാണ്. ഞാനതിൽ ലജ്ജിക്കും. 3 പ്രാവശ്യം പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് റെസ്ക്യൂ സെന്ററിലാക്കിയിട്ടുണ്ട്. സാറിന്റെ കുടുംബ മഹിമ ആലോചിക്കുമ്പോൾ അത്തരം ഒരു പെൺകുട്ടി സാറിന്റെ മരുമകളായി വരുന്നത്
എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഇളയ മകൻ നഷ്ടപ്പെട്ടു. ഇനി നിന്നെയും എനിക്ക് ആവശ്യമില്ല. നാടിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ശത്രുക്കളെ വെടിവെച്ച് വന്നവനാണ് ഞാൻ. ഇന്ന് എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നിന്നെയും ഇവളെയും വെടിവെച്ച് വന്നു സ്വയം മരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? ജയ, ഇദ്ദേഹം എന്റെ അച്ഛനാണ്. അനുഗ്രഹം വാങ്ങിക്കും. ചെല്ലു ജയ. നിങ്ങൾ എന്റെ അച്ഛനാണ്. നിങ്ങൾ എനിക്ക് പലതും തന്നു. പക്ഷേ ഒന്നു മാത്രം തന്നില്ല, സ്നേഹം. അച്ഛന്റെ സ്നേഹത്തിനു വേണ്ടി ഞാൻ എത്രയോ ദാഹിച്ചു. പേടിപ്പിക്കാനും ശിക്ഷിക്കാനും മാത്രമാണ് ഒരച്ഛൻ. ഭർത്താവിന്റെ സ്നേഹം എന്താണെന്നറിയാതെ എന്റെ അമ്മയ്ക്ക് മരിക്കേണ്ടി വന്നു. അമ്മ മരിച്ചപ്പോൾ പോലും ഒരു തുള്ളി കണ്ണീര് ഞാൻ നിങ്ങളുടെ കണ്ണിൽ കണ്ടില്ല. അനിയനെ നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തുണ്ടായി?